നമ്മുടെ പിങ്കി മോക്കെ ഒരു പടം വരച്ചു കൊടുക്കണം സ്കൂളിൽ നിന്ന് പറഞ്ഞില്ലേ? ശരിയാണല്ലോ. സ്കൂളിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പടം വരയ്ക്കുന്ന ആരെങ്കിലും, അതായത് അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മയോ, അവരിൽ ആരെങ്കിലും ഒരാൾ ഒരു പടം വരച്ച് സ്കൂളിലേക്ക് എത്തിക്കണം എന്ന്. അപ്പൊ ഇനി അമ്മ വരച്ചു തരും. എന്താ പടോ മക്കളെ അമ്മ വരയ്ക്കണ്ടേ? ഒരു പുലി ചാടുന്നതാ. ഗർജിക്കുന്ന പുലി. പുലി ചാടുന്നത്. ഈ പുലിക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂലല്ലേ? ചാട് അങ്ങനെ വരച്ചു കൊടുക്ക്. വരയ്ക്കും. പക്ഷേ എന്റെ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മക്കളെ ഈ പുലി എന്നൊക്കെ പറയാ അതിന്റെ ഗുമ്മൊക്കെ അങ്ങ് പോയി. നേരെ വെളുത് പത്രം നോക്കിയാ പുലി ഇങ്ങോട്ട് പോയി ഒരുതരെ പിടിച്ചു, പുലി അങ്ങോട്ട് പോയി ഒരു പശുവിനെ പിടിച്ചു. ഇത് തന്നെ കണ്ട് മതിയായി പൊന്നു മക്കളെ. അമ്മമ്മ ഒരു കാര്യം ചെയ്യാം, നല്ല ഒരു ആമയുടെ പടം വരച്ചു പോരാ, ആമ പോരാ, എനിക്ക് പുലി ചാടുന്ന പടം തന്നെ വേണം. വരച്ചു തരും. അയ്യോ അതെ, വരയുടെ പുലി എടുത്താ പുലിയുടെ പടം വരയ്ക്കാൻ പറയുന്നത്. ഈ നിൽക്കുന്ന ആരാന്നാ വിചാരം? വരയും പുലിയാ? വരയുടെ പുലി. അതെ, എന്താന്ന് വെച്ചാ ചോദിച്ചു, വരച്ചു തരും. അല്ലേ, ഈ ബ്രഷും പേസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സുഹാസിനിയൊക്കെ ഞങ്ങൾ വരച്ചു തുടങ്ങട്ട്. വരയ്ക്കമ്മേ. എടാ മണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്കടാ. എനിക്കൊരു ശാന്തമായ അന്തരീക്ഷം വേണം. ചന്ത പോലെ എല്ലാരും കൂടെ ഞാനെങ്ങനെയാ വരയ്ക്കുന്നേ? എല്ലാരും ഒന്ന് പറഞ്ഞോണ്ടിരിക്കട്ടെ. ഒരു കോൺസെൻട്രേഷൻ തരും. മാഡം പറഞ്ഞ ശരിയാ, കറക്റ്റ് ആണ്. എല്ലാരും ഒന്ന് പുറത്തോട്ട് പോയാൽ ഞാനും മാഡം ഒഴിച്ചിട്ട് ബാക്കി എല്ലാരും ഒന്ന് പുറത്തോട്ട് പോയാൽ. ഞാനും മാഡം ഞാനും കൂടെ പുറത്തു പോകാനാ പറഞ്ഞത്. എല്ലാരും പോട്ടെ. കൊച്ചമ്മ എല്ലാ സാധനവും ഇരിപ്പുണ്ട് കേട്ടാ. കൊച്ചമ്മ ശാന്തമായിട്ട് നിങ്ങൾ വരയ്ക്കാം. വരയ്ക്കണേ അമ്മേ. വരയ്ക്കാൻ വേണ്ടി പോട്ടാ. ഇവിടെ എന്താ ഇത്രയും സകലകലാവല്ലഭയ സുഹാനിസിനെ ഞാനൊന്ന് കൺകുളിർക്കെ കാണുകയായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ല. ചെല്ല്, അത് അടയ്ക്കണേ പോകുമ്പോ. അടയ്ക്കാം. ചാടുന്ന പുലിയെ കൊണ്ട് വന്നിരിക്കുന്നു. ഞാന് അതീവ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താ? നമ്മുടെ മാഡത്തിനെ കുറിച്ചുള്ള കാര്യമാണ്. മാഡത്തിന് ഈ ചിത്രകലയിൽ അവഗാഢമായിട്ടുള്ള ഒരു താല്പര്യവും. അവഗാഢല്ല, അഗാധം. അത് മതി. അഗാധമായ കഴിവുകളുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ലോകം മാഡത്തിനെ അറിയപ്പെടുന്നത് ഒരു വ്യവസായി എന്ന നിലയിലായിരിക്കത്തില്ല, പിന്നെ ഒരു ചിത്രകാരി എന്ന നിലയിലായിരിക്കും. എനിക്ക് അങ്കോള എന്നൊരു കോള് വരാൻ സമയമായി. എവിടുന്ന്? അങ്കോള ഇന്ന്. അയ്യോ, അപ്പൊ നിങ്ങൾ പടം കാണാൻ വരുന്നില്ലേ? കാണാലോ. കാണിച്ചു തരാം. അയ്യോ ഇത് 1.5 മണിക്കൂർ എടുക്കും കേട്ടാ. നീ ഇനി വന്നാണ് വയറ് വേസ്ന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരികയും. അരമണിക്കൂർ കൊണ്ട് എന്റെ കൊച്ചമ്മ വരച്ചു തീർക്കും. കണ്ടോ, പുലിയെ വരച്ച വരയിൽ നിർത്തും. അല്ല മാനേജറെ, ഇന്നറിയല്ലേ അമ്മയുടെ വിളയാട്ടം? എന്ത് വിളയാട്ടം? പ്രതിഭ വിളയാട്ടം. കളിയാക്കലുണ്ടോ? ഒന്നും പറയാനില്ല. ഒന്നും പറയാതിരിക്കുന്നത് തന്നെടേ നല്ലത്. സത്യം പറയാലോ, കിടുക്കി കളഞ്ഞു. ഗംഭീരം, അതിഗംഭീരം. ഇത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടും. എങ്ങനെയുണ്ട് ബാലേ? കൊള്ളാം. അതേ,
ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലുള്ള ചിത്രങ്ങൾ രചിച്ച് എനിക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പുലി ഇത്രയൊക്കെ ചാടിയാൽ മതി. പക്ഷെ മാഡം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുലി ഒരു ഇച്ചിരി കൂടെ ചാടിയാൽ ഒരു ഭംഗിയായേനെ. അപ്പൊ ഞാനങ്ങോട്ട് ഒരു പുലിക്ക് ഈ ഗതികേടുണ്ടായിരുന്നാൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു.